ഇപ്പോ കെ ശൈലജ ടീച്ചർ വടകര സ്ഥാനാർത്ഥി കെ ശൈലജ മാധ്യമങ്ങളെ കാണുക. ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല. കാരണം 2019 പാർലമെൻറ്റിൽ UDFന് അനുകൂലമായി, പിന്നീട് ജനങ്ങൾ 2021 ഇടതുപക്ഷത്തെയല്ലേ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അതെല്ലാം വിശകലനം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടീച്ചറെ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നതായിരുന്നു നിങ്ങളുടെ പ്രചാരണ. അത് ജനത തള്ളിക്കളഞ്ഞു. ജനത പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ശക്തമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഇതുവരെ ഭരണം കിട്ടാത്ത ചില സംസ്ഥാനങ്ങളിൽ LDFൻ്റെ കാൻഡിഡേറ്റ്സ് മുന്നേറുന്നതായിട്ടുള്ള വാർത്ത കാണുന്നുണ്ട്. അത് വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് അവസാന നിമിഷത്തിലേ പറയാൻ. ഇപ്പോൾ അമറാറാമിനെ പോലുള്ള, സലീമിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ, തമിഴ്നാട്ടിലെ 2 കാൻഡിഡേറ്റ്സ്, അവരൊക്കെ മുന്നേറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇടതിൻ്റെ പ്രസക്തി കുറഞ്ഞു എന്നുള്ളതല്ല, ഒരു പൊതു ട്രെൻഡായിട്ട് പൊതുവേ രാജ്യത്തും അതുപോലെ കേരളത്തിലും വന്നിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ LDFന് ഇടതുപക്ഷത്തിനെതിരായി വന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ആരോപണമാണ് ശരിക്കും ഉണ്ടായിരുന്നത്, വന്നിരുന്നു. അതങ്ങനെയല്ല എന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. വോട്ടിംഗ് പാറ്റേണൊക്കെ കാണുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മുഴുവൻ മണ്ഡലത്തിലും അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ വന്നത്. ഒരിടത്ത് മാത്രമായിട്ട് അങ്ങനെ പറയാം.